ഒടിവിനെ എല്ലാവരെയും റോസി വർഗീസ് കിച്ചൻ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാനൊരു 2 പഴം വെച്ചിട്ട് സ്പെഷ്യലായിട്ടുള്ളൊരു പഴംപൊരിയാണ് ഉണ്ടാക്കുന്നത്. ഇത് മുക്കി പൊരിക്കാനുള്ള ബാറ്റർ ഉണ്ടാക്കാനായിട്ട് ഒരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു നുള്ളു ഉപ്പ്, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, രണ്ട് ടേബിൾ സ്പൂണ് പഞ്ചസാര, ഒന്ന് മിക്സ് ചെയ്യാം. രണ്ട് വലിയ സ്പൂണ് മൈദയാണ് കേട്ടോ. അത് ഞാൻ ഈ മുട്ടയുടെ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഏലക്കായ ഇടുന്നില്ല, ജീരകമാണ് ഇടുന്നത്. 1/2 ടീസ്പൂണ് ജീരകം. ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ബാറ്റർ ഉണ്ടാക്കാൻ കേട്ടോ. ഞാൻ ഈ സ്പെഷ്യൽ പഴംപൊരിക്ക് വേണ്ടി 2 പഴമാണ് എടുത്തേക്കണേ. അത് തൊണ്ടുകളൊന്ന് രണ്ടാക്കി മുറിക്കുകയാണ്. ഒരു പഴം 8 പീസാക്കാം. സാധാരണ പരത്തിയാണ് പൊളിക്കാറ്. ഇത് ഇതുപോലെയാണ് കേട്ടോ പൊളിക്കണത്. കണ്ട, ഇതുപോലെയാണ് ഒരു പഴം ഞാൻ 8 പീസാക്കുന്നത്. മുട്ടയും മൈദയും കൂടിയുള്ള ബാറ്റർ ഇതുപോലെയാണ് കേട്ടോ. ഞാൻ കട്ടി കുറച്ചാണ് ഉണ്ടാക്കി വെച്ചേക്കണേ. ഞാൻ ബ്രെഡ് പൊടിയിൽ കോട്ട് ചെയ്തിട്ടാണ് കേട്ടോ പൊരിച്ചെടുക്കണത്. ഈ ബാറ്ററിലേക്ക് പഴം ഇട്ട് കൊടുക്കണം. ബ്രെഡ് പൊടിയിലേക്ക് ഇട്ട് കോട്ട് ചെയ്തെടുക്കുക. ബ്രെഡ് പൊടി നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് ബാറ്ററിൽ മുക്കി ഇതുപോലെ എല്ലാം ഇങ്ങനെ ചെയ്തെടുക്കുക. ഞാനിത് ബാറ്ററിൽ 2 പ്രാവശ്യം മുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് ശരിക്കും പിടിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഇത് 2 പ്രാവശ്യം ബാറ്ററിൽ മുക്കിയിട്ട്
പൊടിയിൽ മുക്കിയെടുക്കുകയാണ് ചെയ്യണം. ഞാൻ പഴംപൊരിക്ക് ഇതുപോലെയാണ് കേട്ടോ ബാറ്ററിൽ മുക്കി ബ്രെഡ് പൊടിയിൽ കോട്ട് ചെയ്ത് വെച്ചേക്കണേ. ഞാനത് പൊരിച്ചെടുക്കാനായിട്ട് ഒരു കടായി വെച്ച് അതിനകത്തേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തേക്കാണ്. ഓയിൽ ചൂടായിട്ടുണ്ട്. ഇത് ഓരോന്ന് ഇട്ട് കൊടുക്കാം. ഇത് ഇട്ടിട്ട് ഒന്ന് തീ കുറച്ച് വയ്ക്കണം കേട്ടോ, അല്ലെങ്കിൽ പഴം വെന്തെന്ന് വരില്ല, മേളിൽ പെട്ടെന്ന് കരിയും, പഴം വേവാതെയും വരും. അതുകൊണ്ട് തീ കുറച്ച് കൊടുക്കുക. സ്പെഷ്യൽ പഴംപൊരി വെന്തുകൊണ്ടിരിക്കണം. സ്പെഷ്യൽ പഴംപൊരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാറ്ററിൽ മുക്കി ബ്രെഡ് പൊടിയിൽ മുക്കി എന്നുള്ള ഒരു കൂടുതൽ ഉള്ളൂ. രണ്ടും കൂടി ആവുമ്പോൾ ടേസ്റ്റിയാണ്, കാണാനും ഒരു ഭംഗി ഉണ്ടാവും കേട്ടോ. ഇതിപ്പോൾ വെന്തിട്ടുണ്ട് എന്താ. ഇതുപോലെയാണ് കേട്ടോ ഞാൻ പൊരിച്ചെടുത്തേക്കണേ. ബാക്കിയുള്ളതും കൂടി ഇതുപോലെ പൊരിച്ചെടുക്കുക. തീ കുറച്ച് വയ്ക്കുക. ക്രിസ്പി ആയിട്ടുള്ള പഴംപൊരി, സ്പെഷ്യൽ പഴംപൊരി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഞാൻ മുട്ടയും മൈദയുടെയും ബാറ്ററിൽ മുക്കി ബ്രെഡ് പൊടിയിൽ കോട്ട് ചെയ്ത് പൊരിച്ചെടുത്ത പഴംപൊരി. ഇതിനു മുമ്പ് ഞാൻ 2 തരത്തിലുള്ള പഴംപൊരികൾ ഇട്ടിട്ടുണ്ട്. പക്ഷേ ബ്രെഡ് പൊടിയിൽ മുക്കി കോട്ട് ചെയ്ത് പൊരിച്ചെടുക്കുന്നത് ഇത് ആദ്യമായിട്ടാണ്. നിങ്ങളിത് ചെയ്ത് നോക്കുക. എല്ലാവരും ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട എനിക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലും ഓളും കൂടി പ്രസ് ചെയ്താലാണ് ഞാൻ ഇടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യാനും ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനുള്ള മനസ്സ് കാണിക്കണേ, എന്നെ പ്രോത്സാഹിപ്പിക്കണേ, സപ്പോർട്ട് ചെയ്യണേ. അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി. എല്ലാവരും ഉണ്ടാക്കാൻ ശ്രമിക്കുക.